മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ ക്രിസ്തു ഇടയനായി നമ്മുടെ മുൻപിൽ അവതരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു ജനിച്ചത് ഒരു തച്ചനായിട്ടാണ്. ക്രിസ്തുവിൻ്റെ അണികളിൽ മിക്കവരും മുക്കവരായിരുന്നു. എന്നാൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, യഹൂദ പാരമ്പര്യപ്രകാരം ചിന്തിക്കുമ്പോൾ, ഇടയ വൃത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചുങ്കവൃത്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും അധകൃതമായി അറിയപ്പെട്ടിരുന്ന 2 ജോലികളാണ്. എന്തുകൊണ്ടാണ് ചുങ്കവൃത്തി അധകൃതമായി അറിയപ്പെടുവാനുള്ള കാരണം നമുക്ക് അറിയാം. എന്നാൽ ഇടയവൃത്തി എന്തുകൊണ്ടാണ് അധകൃതമായി അറിയപ്പെട്ടിരുന്നത് എന്ന് പറയുന്നതിന് കാരണം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒന്നാണ്. എന്നാൽ ഇടയന്മാർ യജമാനൻ്റെ ആടുകളുമായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുമ്പോൾ പലപ്പോഴും ഇവർക്ക് തൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധി പാലിക്കുവാൻ സാധിച്ചിരുന്നില്ല. മാസങ്ങളോളം കുളിയും നനയുമൊന്നുമില്ലായിരുന്നു. അതിനാൽ യഹൂദർ ഇവരെ അധകൃതരായിട്ടായിരുന്നു കണ്ടിരുന്നത്. രണ്ടാമതായി ചിന്തിച്ചാൽ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രയാണം ചെയ്യുമ്പോൾ ഇവർക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ദൈവവുമായി അടുത്ത് അല്ലാത്ത ഒരു ജനത എന്നായിരുന്നു യഹൂദർ ആട്ടിടയന്മാരെ വിശേഷിപ്പിച്ചിരുന്നത്. മൂന്നാമതായി ചിന്തിക്കുമ്പോൾ, യഹൂദ കോടതി പോലും ആട്ടിടയന്മാരുടെ സാക്ഷ്യം സ്വീകരിച്ചിരുന്നില്ല. അതിനുള്ള കാരണം പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാർ ഒരു സ്ഥലത്തു നിന്നും യജമാനൻ്റെ ആടുകളുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ ആടുകൾ നഷ്ടപ്പെടുവാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഇങ്ങനെ ആടുകൾ നഷ്ടപ്പെടുമ്പോൾ മറ്റ് ആട്ടിൻകൂട്ടത്തിൽ നിന്നും ആടുകളെ മോഷ്ടിക്കുന്ന പതിവ് ഈ ഇടയന്മാർക്കുണ്ടായിരുന്നു. അതിനാൽ പലപ്പോഴും ഈ ഇടയന്മാർ പറഞ്ഞിരുന്നത് കള്ളത്തരങ്ങളായിരുന്നതിനാൽ യഹൂദ കോടതി ആട്ടിടയന്മാരുടെ സാക്ഷ്യം സ്വീകരിച്ചിരുന്നില്ല. ഈ ആടും ഇടയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും യേശു എന്തുകൊണ്ടാണ് ഞാൻ ഇടയനാകുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം. ഈ ആടിനെക്കുറിച്ചുള്ള പ്രത്യേകത ഇങ്ങനെയാണ്: ആടിനെ കാഴ്ചശക്തി മറ്റു ജീവികളെ അപേക്ഷിച്ച് നോക്കിയാൽ നന്നേ കുറവാണ്. അകലെയുള്ള വസ്തുക്കളൊന്നും വ്യക്തമായി കാണുവാൻ വേണ്ടി സാധിക്കത്തില്ല. രണ്ടാമതായി ചിന്തിച്ചാൽ, ആടിന് പ്രതിരോധശേഷി തീരെ കുറവാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും അതിൻ്റെ ശരീരഘടന അങ്ങനെ ആയതിനാൽ ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി ആടിന് അത്ര പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. മൂന്നാമതായി ചിന്തിക്കുമ്പോൾ, ഇതിന് എന്ത് തിന്നണം, എങ്ങനെ തിന്നണമെന്നൊന്നും വളരെ വ്യക്തതയില്ല. അതിനാൽ വിവേചന ശക്തിയും ആടിന് മറ്റു ജീവികളെ അപേക്ഷിച്ച് കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇടയൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജീവി എന്ന് പറയുന്നത് തീർച്ചയായും ഈ ആടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുക, ഞാൻ ഇടയനാകുന്നു. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആടുകളുടെ ധീരരോധനം നമ്മൾ കേൾക്കുന്നുണ്ട്. ആബേലിൻ്റെ ആട്ടിൻകുട്ടി മുതൽ ഇസഹാക്കിന് പകരം ബലിയാടായ കുഞ്ഞാടിലൂടെയും ഈ ദീനരോധനം തുടരുകയാണ്. ആടിൻ്റെ ജീവിതം ആരുടെയൊക്കെയോ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ട്. പെസഹ കുഞ്ഞാടുകൾ കഥയറിയാതെ മരിച്ചു വീണപ്പോൾ ഇസ്രായേൽക്കാരുടെ ആയുസ് നീളുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ പെസഹ തിരുനാളിനും ലക്ഷക്കണക്കിന് ആടുകൾ ബലിയർപ്പിക്കപ്പെട്ടിരുന്നതായി ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് ക്രിസ്തു പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. പാപം എന്തെന്നറിയാൻ പാടില്ലാത്ത സാധുമൃഗങ്ങൾ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ചിത്രമാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി പഴയ നിയമത്തിന് പുതിയ അർത്ഥം കൈവരുകയാണ് ചെയ്യുക. ഇവിടെ ക്രിസ്തു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറയുവാനുള്ള കാരണം? ചരിത്രത്തിൽ ഇന്നോളം നോക്കിയാൽ ഒരു ഇടയനും ആടിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതായി കാണുന്നില്ല. പലപ്പോഴും ആടുകളാണ് ഈ ഇടയന്മാർക്ക് വേണ്ടി ബലിയാടായി തീരുക. ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, ഒരു രാജാവും പടയാളികൾക്ക് വേണ്ടി ബലിയാടായിട്ടില്ല. പടയാളികളാണ് രാജാവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക. നേതാക്കന്മാർ AC-യുടെ തണുപ്പിൽ കഴിയുമ്പോൾ മോർച്ചറിയുടെ തണുപ്പിനായി പൊരുതുന്ന അണികളെയാണ് നമ്മൾ കാണുക. അണികൾ രക്തസാക്ഷികളായതല്ലാതെ നേതാക്കന്മാർ രക്തസാക്ഷികളായ ചരിത്രമുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യ കഥയിലെ അല്ലെങ്കിൽ ഒരു സാങ്കല്പികതയിലെ
ചിത്രം ഇങ്ങനെ ഇന്നും മനസ്സിൽ പച്ചകിടാതെ നിൽക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ആടുകളെ വാങ്ങുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ. ഈ നീണ്ട നിരയിൽ യേശുവിൻ്റെ സമപ്രായക്കാരും ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി ആടുകളെ വാങ്ങുവാനായി തങ്ങളുടെ ഊഴം നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഇവർ നോക്കി നിൽക്കുന്നത് ക്രിസ്തുവും നോക്കി നിൽക്കുന്നുണ്ട്. ഇവരുടെ ഊഴം വന്നപ്പോൾ ഇവർ നാണയങ്ങൾ നൽകി കച്ചവടക്കാരിൽ നിന്നും ആടുകളെ വാങ്ങിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കുവാനായി പോകുന്നത് നോക്കി നിൽക്കുന്ന ക്രിസ്തു തൻ്റെ അമ്മ തുന്നിത്തന്ന ഉടുപ്പിൻ്റെ കീസയിൽ ക്രിസ്തു നോക്കുന്നുണ്ട്. അതിൽ നിന്നും ഏതാനും നാണയങ്ങളെടുത്ത് ക്രിസ്തു തൻ്റെ കൈകളിലേക്ക് നോക്കുന്നു. എന്നാൽ ക്രിസ്തുവിന് വ്യക്തമായിട്ടറിയാം, ചെറുപ്പം മുതൽ ദാരിദ്ര്യം കൂട്ടായിരുന്നവൻ തൻ സ്വരുക്കൂട്ടിയ ഈ നാണയങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാലും ക്രിസ്തു താൻ സ്വരുക്കൂട്ടിയ തൻ്റെ സമ്പാദ്യവുമായി ഈ കച്ചവടക്കാരെ സമീപിക്കുന്നുണ്ട്. കച്ചവടക്കാർ ആ നാണയങ്ങൾ എണ്ണി നോക്കിയ ശേഷം ക്രിസ്തുവിന് ഒരു മുടന്തനായ കുഞ്ഞാടിനെ നൽകുന്നുണ്ട്. ക്രിസ്തു ആ മുടന്തനായ കുഞ്ഞാടിനെയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ എതിർദിശയിലേക്ക് മാഞ്ഞു പോകുന്ന ഒരു ചിത്രം. ക്രിസ്തുവിൻ്റെ മുഖത്ത് ഒരു ആടിനെയെങ്കിലും രക്ഷിക്കാനായതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു തീർച്ചയായും പഴയ ഇടയന്മാരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇടയന്മാർ നിരുത്തരവാദിത്തപരമായി പെരുമാറിയപ്പോൾ അതിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, മുറിവേറ്റതിനെ വച്ചുകെട്ടാതെയും ഒടിഞ്ഞു പോയതിനെ ചേർത്ത് പിടിക്കാതെയും കാണാതെ പോയതിനെ അന്വേഷിക്കാതെയും നിരുത്തരവാദിത്വപരമായി പെരുമാറിയപ്പോൾ ദൈവം തന്നെ ഇസ്രായേലിൻ്റെ ഇടയസ്ഥാനം ഏറ്റെടുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് എതിരാണ്. ഞാൻ അവരുടെ മേച്ചിലിന് അറുതി വരുത്തും. എൻ്റെ ആടുകൾ അവരുടെ വായിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കും. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കുവാൻ ഞാൻ അവരെ കാത്തു സംരക്ഷിക്കും. ഞാൻ എൻ്റെ ഇടയന്മാരെ അവരിൽ നിന്നും വേർതിരിച്ച് എൻ്റെ ആടുകൾക്ക് ജീവൻ നൽകും. ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. ഇവിടെയാണ് ക്രിസ്തു മറ്റിടയന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ വേണ്ടി സാധിക്കും, ഇടയധർമ്മം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ കാണുക ആലയിൽ വാതിലായിട്ടാണ്, ഇടയനായിട്ടാണ്, വാതിലായിട്ടാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു വാതിലാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കഥയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാം. ഈ രാത്രി കാലഘട്ടങ്ങളിൽ ആടുകൾക്ക് ആലയായി ഗുഹകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഗുഹാമുഖങ്ങളൊന്നും അടയ്ക്കാറില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ ഗുഹാമുഖങ്ങൾ അടച്ചാൽ ആടുകൾക്ക് ശ്വാസം മുട്ടും. ഈ ഇടയൻ ഈ ഗുഹയ്ക്ക് മുമ്പിൽ നേരെ കുറുകെ കിടക്കുകയാണ് ചെയ്യുക. വന്യമൃഗങ്ങൾ ആടുകളെ ആക്രമിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഈ ഇടയനെ കീഴ്പ്പെടുത്താതെ, ഇടയൻ്റെ നെഞ്ചിലെ ചൂടറിയാതെ ഇതിനെ അകത്ത് കിടക്കുവാൻ വേണ്ടി, ആടുകളെ ആക്രമിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതേപോലെ തന്നെ അകത്തുള്ള ആടുകൾക്കും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇടയൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് അല്ലെങ്കിൽ ഊഷ്മാവ് അറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു പറയുന്നു, ഞാൻ ആടുകൾക്ക് വാതിലാകുന്നുവെന്ന്. ഈ വാതിലാകുവാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുക. ഇന്ന് പലപ്പോഴും ചിന്തിച്ചാൽ ഈ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകുന്ന ഇടയന്മാരെയാണ് ഓരോ പത്രത്താളുകളും നമ്മെ ഓർമ്മിപ്പിക്കുക. 2 മക്കൾക്കും വിഷം കൊടുത്തിട്ട് തൂങ്ങി മരിച്ച് അമ്മയുടെ കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ മുഴുവൻ കടത്തിലേക്ക് തള്ളിവിട്ടിട്ട് മരണത്തിലേക്ക് മദ്യപിച്ച് മുങ്ങാങ്കൊഴിയിട്ട് അപ്പൻ്റെ ചിത്രം വായിക്കുമ്പോൾ, മക്കളെ എല്ലാവിധത്തിലും ചേർത്ത് നിർത്തി വളർത്തിയ മാതാപിതാക്കന്മാരെ അനാഥാലയത്തിലാക്കി മക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ, ചെന്നായി വരുന്നത് കാണുമ്പോൾ തൻ്റെ ധർമ്മം പോലും മറന്നുകൊണ്ട് ഓടിപ്പോകുന്ന ഇടയന്മാരെയാണ് ഇന്ന് കാണുക. ഇതിൽ നിന്നും വ്യത്യസ്തനാകുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മോട് ഓരോരുത്തരോടും പറയുക. ഈയിടെ ഞാനൊരു അനാഥാലയത്തിൽ പോകുവാനിടയായി. ഈ അനാഥാലയത്തിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. പാലായിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയവരാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കാട് വെട്ടിത്തെളിച്ച് കുടുംബത്തിന് ഇടമൊരുക്കി ഒരു നല്ല വീടുണ്ടാക്കി 4 മക്കളാണുള്ളത്. ഒത്തിരി രോഗങ്ങളെല്ലാം പടർന്നു പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ, അദ്ദേഹം തൻ്റെ മക്കളെയും ആ സ്ഥലത്ത് നിന്നും ഒരു പകർച്ചവ്യാധിക്കും കൊടുക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയി പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു.
തൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, നല്ലൊരു വീട് വെച്ചു, ഇളയ മകൻ്റെ കൂടെ ജീവിതം തുടങ്ങി. എന്നാൽ ഈ ജീവിതം തുടങ്ങിയ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മരുമകൾക്ക് തന്നെ അനാഥാലയത്തിലാക്കണമെന്ന ചിന്ത കടന്നു വന്നു. ഇതിന് വിസമ്മതിച്ച മകൻ്റെ തോള് തട്ടിക്കൊണ്ട് ഇറങ്ങി വന്ന ഒരു ഇടയൻ്റെ ചിത്രവും ഇന്നത്തെ ചിത്രത്തിൽ നിന്നും വേർതിരിക്കപ്പെടാനാവുന്നതല്ല. ഇന്ന് ഈ അനാഥാലയത്തിലിരുന്ന് ആ വൃദ്ധൻ്റെ കണ്ണ് നിറയുമ്പോൾ ആ വൃദ്ധൻ കരയുന്നത് തൻ്റെ മകളുടെ അല്ലെങ്കിൽ മരുമകളുടെ അവിവേകം ഓർത്തിട്ടല്ല, തൻ്റെ മകൻ്റെ നെഞ്ചുപിടയുന്ന വേദനയോർത്തിട്ടാണ് എന്ന് പറയുമ്പോൾ ഇടയന് മാത്രം ഉള്ള ഒരു കരുതലിനെ കുറിച്ചാണ് ഇന്ന് ഓർമ്മിപ്പിക്കുക. ഇടയന്മാരങ്ങനെയാണ്, മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ വേദനകളിൽ ഒന്ന് പങ്കുചേരുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേദനിക്കാതിരിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ ഹോമിക്കുന്നവർ. കഴിഞ്ഞ ജീവിതത്തിൻ്റെ പുറപ്പാട് അനുഭവങ്ങളിൽ മക്കളെ ചേർത്ത് പിടിച്ച് മരുഭൂമി കടത്തി തൻ്റെ കൈത്തണ്ടകൾ മുറിഞ്ഞു പോലും അവർക്ക് വേണ്ടി അധ്വാനിച്ച് മന്നയായി പെയ്ത് വേദനയുടെ കാലഘട്ടങ്ങളിൽ കുളിർമഴയായി പെയ്തഴിഞ്ഞ എത്രയോ എത്രയോ ഇടയന്മാർ നമ്മുടെ ഓർമ്മയിലുണ്ട്. എത്രയോ പേർ നമ്മുടെ ഓർമ്മകളിൽ പോലുമില്ലാതെ. ഒരു കവിയുടെ കുറിപ്പിങ്ങനെയാണ്: പുറപ്പെട്ടു പോയ മകനു വേണ്ടി അത്താഴമൊരുക്കി കാത്തിരിക്കുന്ന ഒരു അമ്മയെ ഭ്രാന്തി എന്ന് നിങ്ങൾ വിളിക്കരുത്. സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന് പടിയടിച്ച് പിണ്ടം വെച്ച ഒരു മകളുടെ ദിവസവും അപ്പനും അമ്മയ്ക്കും കത്തെഴുതുവാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്കുള്ള യാത്രയെ ഒരു പാഴ്വേലയായി നിങ്ങൾ പുച്ഛിക്കരുത്. താൻ എൻ്റെ പിതാവല്ല എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ചു തുപ്പി മരണത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരു പുത്രൻ്റെ കുഴിമാടത്തിൽ നിന്നും പൂക്കളർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയും വിസ്മരിക്കപ്പെടരുത്. ഇതെല്ലാം ഇടയന് മാത്രമായ കരുതൽ തന്നെയാണ്. അതിനാൽ നമ്മുടെയെല്ലാം ഈ പുറപ്പാട് അനുഭവങ്ങളിൽ തീർച്ചയായും നമ്മുടെ എല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഇടയനായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇടയനാകുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഇടയ ധർമ്മം. അതിനാൽ നല്ല ഇടയനായ ക്രിസ്തു ഓരോ നല്ല ഇടയന്മാരാകുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.